CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8.25 സെന്റ് സ്ഥലം, നിങ്ങൾ ഈ കാണുന്ന 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ഓടിട്ട വീടും കാലി സ്ഥലത്തിന്റെ വില കൊടുത്താൽ മതി. വീട് നമ്മൾ സൗജന്യമായിട്ടാണ് തന്നെ പോകണം. അപ്പം ഈ ഒരു വീടാണ് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഇതിലേക്കുള്ള വഴി. മെയിൻ റബ്ബറൈസ്ഡ് റോട്ടിൽ നിന്നൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഈ വീട്ടിലേക്ക് വഴിയുണ്ട്. 12 അടി 10 അടി വഴി എഴുതുന്നുണ്ട്. കണ്ട, ബസ് റൂട്ടാണ്, ബസ്സാണ് ഈ പോകുന്നത്. ഈ റോട്ടിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ വീടുള്ളത്. അതായത് റോട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം, നേരെ മുന്നിൽ പള്ളി, മദ്രസ, അതുപോലെ തന്നെ തൊട്ടടുത്ത് ചെറിയൊരു അങ്ങാടിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ചെറിയ ഡിസ്റ്റൻസ് ഈ വീട്ടിലേക്ക് സെപ്പറേറ്റ്, ഈ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള വഴിയാണിത്. 8.25 സെന്റ് സ്ഥലം, നല്ല ഹലുവ കഷ്ണം പോലുള്ള സൂപ്പർ സ്ഥലം. അതിലൊരു ഓടിട്ട വീടും. കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ കേട്ടോ. തുച്ഛമായ വില, വെറും 16 ലക്ഷം രൂപ. അതും കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും. സ്ഥലത്തിന് 2-2.5 ലക്ഷമൊക്കെ ഓൾറെഡി മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. അതായത് മെയിൻ റോഡിനോട് ചാരിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. 8.25 സെന്റ് സ്ഥലത്തിന് അങ്ങനെ വെച്ച് കൂട്ടണമെങ്കിൽ തന്നെ 10-18 ലക്ഷം റുപ്യ മാർക്കറ്റായി. ഇവർ ചോദിക്കുന്ന വില 16 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതും നെഗോഷ്യബിൾ ആണ്. വിലയിൽ നീക്കുപോക്കുകളുണ്ടാവും. 2-3 തെങ്ങുകളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, വാഴയുണ്ട്. അങ്ങനെ നിരവധി ഫലവൃക്ഷ തൈകളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. ഇതുണ്ടോ, നല്ല കായ്ഫലമുള്ള തെങ്ങാണ്. ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പെട്ടതാണ്. നിരവധി വീടുകളുണ്ട് ചുറ്റും. പിൻഭാഗത്ത് വീടുണ്ട്, സൈഡിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ വീടുണ്ട്. ചുറ്റും നിറയെ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. നല്ലൊരു ഏരിയ ആണ്. ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള വീടാണിത്. ഉള്ള 8.25 സെന്റ് സ്ഥലം, നിരപ്പായിട്ടുള്ള നല്ല നല്ല ഭൂമിയാണ്. വീട് വാസയോഗ്യമായിട്ടുള്ള വീടാണ്. പഴയ കട്ടപ്പര അല്ല ഇത്. ഇതുണ്ട്, കല്ല്, വെട്ടുകല്ലാണ്. പഴയ മോഡലുള്ള ചെറിയ കല്ലുകളല്ല, മെഷീൻ കല്ല് വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ പടുത്തുള്ളത്. തേച്ചിട്ടില്ല, പിൻഭാഗമൊന്നും തേച്ചിട്ടില്ല, ഉൾഭാഗമൊക്കെ തേച്ചിട്ടുണ്ട് വീടിൻ്റെ. അപ്പോൾ നമ്മൾ വില ഉദ്ദേശിക്കുന്നത് ഈ കാലി സ്ഥലത്തിൻ്റെ മാർക്കറ്റിലും കുറച്ചിട്ടാണ് ചോദിക്കുന്നത്. വീട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൽ വീടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഓടിട്ട വീടാണ്. ഫസ്റ്റ് കയറി വരുന്ന ഒരു ഓഫീസ് റൂമിലേക്കാണ്. ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് അടിച്ചൊന്നിട്ട് ഉഷാറാക്കി കഴിഞ്ഞാൽ മുകൾഭാഗം ചെറിയ രീതിയിലുള്ള ഈ സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ചതിൽ വന്നിട്ടുണ്ട്. ഈ ഓടൊക്കെ ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് ഇളക്കി മേഞ്ഞ് കഴിഞ്ഞാൽ നല്ല വീടായി, വാസയോഗ്യമായിട്ടുള്ള നല്ല വീടായി. 3 ബെഡ്റൂം വരുന്നുണ്ടല്ലോ ഇതിൽ. റൂമുകൾ പറ്റ ചെറിയ ഇടുങ്ങിയ റൂമുകളില്ല, അത്യാവശ്യം സൈസുള്ള റൂമുകൾ തന്നെയാണ്. ഇതാണ് ഒരു റൂം. ഇനി ഇവിടെ ഒരു ഡൈനിങ്, ഒരു പൂമുഖം, ഒരു വലിയൊരു ഹാള്. ഇവിടുന്ന് 2 ഭാഗത്തേക്ക് ഓരോ ബെഡ്റൂം ഇവിടെ വേറെയുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. 4 റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ. കിച്ചൺ, വലിയ രീതിയിലുള്ള കിച്ചൺ വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം, വെളിച്ചക്കുറവ് വരുന്നുണ്ട്. മഴ പെയ്തിട്ട് അപ്പോൾ ഒരു ഇരുട്ട് മൂടിക്കുക. ഇവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ല. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ചെറിയൊരു വെളിച്ചക്കുറവ് ഇതിൽ വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടാം. നമ്മളെ വീടിനല്ല കേട്ടോ കാര്യമായിട്ട് നോക്കുന്നത്. വീടിൻ്റെ വില ഒരിക്കലും കമ്പയർ ചെയ്യരുത്. സ്ഥലത്തിൻ്റെ വില പറയുന്നുള്ളൂ. ഈ വീട് ഫ്രീ ആട്ടോ, അതുകൊണ്ട് വീട് നോക്കണ്ട. വീട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വീട് തന്നെയാണ്. ഇതുണ്ടോ, കിച്ചണൊക്കെ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള കിച്ചണാണ്. കിച്ചണിലെ സ്ലാബിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചൺ സിങ്കൊക്കെ ഉണ്ട്. പിൻഭാഗത്തൊക്കെ വർക്ക് ഏരിയ കെട്ടാൻ ഇതിനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇനി ഈ വീട്ടിൽ വെള്ളത്തിന് നിലവിൽ കിണർ കുഴിച്ചിട്ടില്ല. തൊട്ടടുത്ത വീടുകളിലൊക്കെ കിണറുണ്ട്, സാധാരണ കിണറുള്ള അതിലൊക്കെ വെള്ളമുണ്ട്. ഇതിൽ കിണറിൻ്റെ സ്ഥാനമുണ്ട്. നിലവിൽ കിണർ കുഴിച്ചിട്ടില്ല. പൈപ്പ് ലൈൻ കണക്ഷനാണുള്ളത്. പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. ബാത്റൂമിലൊക്കെ പ്ലംബിംഗ് കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ടാങ്ക് കൊടുത്തിട്ട് അടുക്കളയ്ക്ക് ബാത്റൂമിലൊക്കെ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിലവിൽ കിണർ കുഴിച്ചിട്ടില്ല. സ്ഥാനം നിങ്ങൾ ഈ കണ്ട 8.25 സെന്റ് സ്ഥലം, നല്ല ഹലുവ കഷ്ണം പോലുള്ള സൂപ്പർ 8.25 സെന്റ് സ്ഥലം. കാലി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. ഇതിൽ 4 ബെഡ്റൂമുള്ള ഒരു വീടുണ്ട്. അപ്പോൾ ആ വീടിന് നമ്മൾ വില ചോദിക്കുന്നില്ല, കട്ടപ്പരയൊന്നുമല്ല, നല്ല ചെങ്കല്ല് വെച്ചിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള വാസയോഗ്യമായിട്ടുള്ളൊരു വീട് തന്നെയാണ്. പക്ഷെ നമ്മൾ വില പറയുന്നത് ഈ കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ, തുച്ഛമായ വില ചോദിക്കുന്നുള്ളൂ. വെറും 16 ലക്ഷം രൂപ. 16 ലക്ഷം രൂപയാണ് ഇത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും. മെയിൻ ബസ് റൂട്ടിൻ്റെ നേരെ ചാരിയിട്ടുള്ള സെക്കൻഡ് പ്ലോട്ടാണ്. അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്നാണ് ഇതിലേക്കൊരു വഴി, 12 അടി വഴി ഈ ഒരു വീട്ടിലേക്ക് മാത്രമായിട്ടുള്ളത്. ഒരു വീടിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. ഇതിൻ്റെ അടുത്തായിട്ട് മുസ്ലിം പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്. ഈ മുക്കം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അങ്ങാടിയാണ്. ഈ അങ്ങാടിയിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്.
അരീക്കോട് ഭാഗത്തുള്ള മുക്കല്ല, അരീക്കോട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ അരീക്കോട് കഴിഞ്ഞിട്ട് ആ ഭാഗത്തൊരു മുക്കുണ്ട്. അതല്ല, മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗത്തായിട്ട് വരുന്ന മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. സ്ഥലം അത്യാവശ്യമുണ്ട്. 8.25 സെൻറ്റ് സ്ഥലമുണ്ട്. ഉദ്ദേശിക്കുന്ന വില 16 ലക്ഷം രൂപയാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിളാണ്. 2-3 തെങ്ങുണ്ട്, പ്ലാവ്, മാവ്, അങ്ങനെയുള്ള നിരവധി മരങ്ങളൊക്കെ ഇതിൽ പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കാലി സ്ഥലത്തിൻ്റെ വില മാത്രം. സ്ഥലത്തിന് 2-2.5 ലക്ഷം രൂപയ്ക്കടെ മാർക്കറ്റിലുള്ള ഒരു ഏരിയയാണ്. മെയിൻ റോഡിനോട് ചാരിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് 2 ലക്ഷം വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 16 ലക്ഷത്തിൻ്റെ മുകളിലായി. ഇവർ ഉദ്ദേശിക്കുന്ന വില 16 ലക്ഷമാണ്. അതും നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.